ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇവിടെ വിനായക ചതുർത്ഥിയുടെ പടക്കം അതിഗംഭീരമായിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായിരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കാണുന്ന വോയിസ്. അതിൻ്റെ ഇടയിൽ കൂടെ മുസ്ലിം പള്ളിയിൽ നിന്ന് വരുന്ന വോയിസും ഭയങ്കര ഒരു മതസൗഹാർദ്ദപരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടാണ് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറയാൻ മറന്നുപോയി, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ, വെൽക്കം ടു മൈ ഡെയിലി വ്ളോഗ്. ഇന്ന് എൻ്റെ ഓഫീസിൽ ഓണം സെലിബ്രേഷനാണ്. അപ്പോൾ അതിനുള്ള ചമയങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതോ ഒരു ബ്ലൗസൊക്കെ പാകത്തിനാക്കി എടുത്തിട്ടിട്ടുണ്ട്. പിന്നെ കണ്ണ് എഴുതാമെന്ന് വിചാരിച്ചു, പിന്നെന്തോ കുറേ നാളായിട്ട് എഴുതാത്തത് കൊണ്ട് എന്തോ പോലെയായിട്ട് അത് എഴുതിയില്ല. ജസ്റ്റ് ഒരു മസ്കാര മാത്രം ഇട്ട് കൊടുത്തു, മസ്കാര ലിപ്സ്റ്റിക്കും. അപ്പോൾ അതാണ്. പിന്നെ ഒരു കുഞ്ഞ് ഒരു പൊട്ട് നമ്മൾ ഐലൈനർ വശം തൊട്ട് കൊടുത്തിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഓഫീസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഫുഡൊക്കെ ഓഫീസിൽ നിന്നാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും അതുപോലെ ഈവനിങ് സ്നാക്സും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് മസാല ഉപ്പിനാണ്, പിന്നെ അച്ചാറും കൂടിയാണ് കഴിച്ചത്. അപ്പോൾ അതാണ് ഈ കാണുന്നത്. പിന്നെ കുറച്ച് നേരം നമ്മൾ വർക്ക് ചെയ്യാനാണല്ലോ പോയത്, അതുകൊണ്ട് വർക്ക് ചെയ്തു. ഉച്ചയ്ക്ക് സദ്യയുടെ ടൈമായപ്പോൾ ചെന്നു, പക്ഷെ നല്ല തിരക്കായിരുന്നുകൊണ്ട് തിരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ ലാസ്റ്റ് സദ്യയുടെ ഒരു വയലിൻ്റെ വെള്ളം വരുന്നു. അത്ര നല്ല സദ്യയായിരുന്നു കേട്ടോ. റൈസ് മാത്രം നമ്മുടെ റൈസ് അല്ല, ഇവരുടെ വൈറ്റ് റൈസ് ഉണ്ടല്ലോ, കുഞ്ഞിരി, അത് മാത്രമായിരുന്നു. പക്ഷെ ബാക്കിയെല്ലാം പൊളിയായിരുന്നു. പായസമാണെങ്കിലും എല്ലാ കറികളാണെങ്കിലും ഒന്നിൽ ഒന്ന് മെച്ചമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി ഈ ഒരു സദ്യ കഴിച്ചപ്പോൾ. കുറേ കാലത്തിന് ശേഷമാണ് ഒരു സദ്യ കഴിക്കുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇതാ അങ്ങനെ നമ്മുടെ ഇവിടുത്തെ ഇതൊക്കെ മലയാളികളാണ്. അപ്പോൾ അവർ തന്നെ നമുക്ക് സെർവ് ചെയ്ത് എന്നിട്ട് ഏറ്റവും ലാസ്റ്റാണ് ഇവർ കഴിച്ചത്. 1 മണി തൊട്ട് ഇവർ സെർവ് ചെയ്ത് 3 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇവർ ഫുഡ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ ചോറും സാമ്പാറും കിസി കഴിഞ്ഞിരിക്കുന്നത് ഗൈസ്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാട്ടെ എന്തെല്ലാം. ഓക്കെ, അങ്ങനെ എൻ്റെ പായസം പഴം എനിക്ക് എടുത്തു തരാൻ പറഞ്ഞിട്ട് അത് നേരത്തെ എടുത്തു തന്നു. അപ്പം ഇനി ഞാൻ കാണിച്ചു തരാട്ടെ. കണ്ടോ, ഇതൊക്കെയാണ് നമ്മുടെ വിഭവങ്ങൾ. ഇറ്റ് വാസ് സോ നൈസ്. എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഉള്ള സാധനങ്ങളൊക്കെ എടുത്ത് ടേസ്റ്റ് ചെയ്യും. ബാക്കി എല്ലാവരും ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഞാൻ മാത്രം എല്ലാം വന്നിട്ട് കഴിക്കണുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. ഇതൊക്കെയാണ്. എന്നെ എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഓഫീസിൽ. ഇറ്റ് വാസ് സോ നൈസ്. എൻ്റെ മുഖത്ത് ഈ എക്സ്പ്രഷൻ ഒന്നും വരുന്നില്ല, പക്ഷേ ഐ വാസ് സോ ഹാപ്പി. അങ്ങനെ എന്നെ കുറേ പേരൊക്കെ ഇന്ന് ഇതാ കണ്ടോ കളിയാക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നേ. അങ്ങനെ ഇനി നമ്മൾ കഴിക്കാൻ പോകുന്നത് പായസമാണ്. പായസവും പപ്പടവും പഴവും ഇത് എല്ലാം കൂടെ കഴിച്ച് ഞാനൊന്നൊരു പിടിക്കാൻ പോവുകയാണ്. ഇതിൽ ഞാൻ കഴിക്കുന്ന വീഡിയോയിലെ എക്സ്പ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല, പക്ഷെ ഐ വാസ് സോ ഹാപ്പി. ഇറ്റ് വാസ് ടേസ്റ്റിംഗ് സോ ഗുഡ്. നൈസ്. ഓക്കെ, ഇതാണ് നമ്മുടെ വിളമ്പുകാരുണ്ടായിരുന്നത് കേട്ടോ. ലാസ്റ്റാണ് അവരിരുന്നത്. അവരൊക്കെ മലയാളികളാണ്. കുഴച്ചടിക്ക് ഒന്നും അറിയുന്നില്ല. പിന്നെ കുറച്ച് അവർക്ക് ഞാൻ വിളമ്പി കൊടുത്തിരുന്നു. മൊത്തമൊന്നുമില്ല, എന്നാലും അവരാണല്ലോ നമ്മളെ സഹായിച്ചത്. കുറച്ചൊക്കെ നമ്മൾ വിളമ്പി കൊടുത്തിരുന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് സദ്യ കഴിഞ്ഞ് പിന്നെ ഭയങ്കര ഉറക്കക്ഷീണമായിരുന്നു. പിന്നെ ഞങ്ങൾ പിള്ളേരൊക്കെ പോയിരുന്ന വർത്താനം പറഞ്ഞു. അതിനുശേഷം ഒരു 5 മണിയായ സമയത്ത് വടംവലി മത്സരം ഉണ്ടായിരുന്നു. ഇത് എൻ്റെ ടീമാണ് കേട്ടോ, സി ടീമാണ്. അവർ ആദ്യത്തെ ഇതിൽ ജയിച്ചു, പക്ഷേ ഫൈനലിൽ എത്തിയില്ല, എന്നിട്ട് മുമ്പ് പോയി. പക്ഷേ അടിപൊളിയായിരുന്നു, അവർ നന്നായിട്ട് ചെയ്തു. പിന്നെ ഇത് കഴിഞ്ഞ് ശിങ്കാരിമേള ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു, പക്ഷെ പറ്റിച്ചു, ശിങ്കാരിമേള ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇത്രയും പരിപാടികൾ. പിന്നെ ഇതാരാ കപ്പെടുത്തതെന്നല്ല, ഞങ്ങളുടെ എൻജിനീയറിങ് ടീമാണ്, ബാക്ക് എൻഡ് എൻജിനീയറിങ് ടീമാണ് കപ്പെടുത്തത്. നമുക്ക് വലിയ സന്തോഷമൊന്നും ഉണ്ടായില്ല കണ്ടപ്പോൾ, എന്നാലും ഒരു കപ്പ് എടുക്കും അല്ലേ. കൺഗ്രാജുലേഷൻസ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് ഇതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ദിവസമായിരുന്നു, നല്ല ഓണം വൈബൊക്കെ ഉണ്ടായിരുന്നു. അധികം പരിപാടികളൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും അടിപൊളിയായിട്ട് ചെയ്ത HR ടീമിന് ഒരു ഹാറ്റ്സ് ഓഫ്. കാരണം അധികം മലയാളികളൊന്നും ഇല്ലാത്ത ഒരു കമ്പനിയാണ്. സോ ഇത്രയും തന്നെ ചെയ്തത് അത് വലിയൊരു കാര്യമാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റ് ചെയ്യുക. പറ്റാറുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. ഹാപ്പി ഓണം.